ചെങ്കടൽ വഴി പോകുന്ന കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കണമെന്ന അമേരിക്കയുടെ മുന്നറിയിപ്പ് അവഗണിച്ച് യമനിലെ ഹൂതി വിമതർ രംഗത്ത് വരികയാണ്. ഹൂതി വിമതർ ചെങ്കടലിൽ അമേരിക്കൻ കപ്പലുകളെ ആക്രമിക്കാൻ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോൺ ബോട്ട് അയച്ചുവെന്നതാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത. എന്നാൽ ഈ ശ്രമം പരാജയപ്പെട്ടതായും US നാവികസേന അറിയിച്ചിരിക്കുകയാണ്. സ്ഫോടക വസ്തുക്കൾ നിറച്ചെത്തിയ ബോട്ട് തങ്ങളുടെ കപ്പലുകളിൽ നിന്ന് അകലെയാണ് എന്നും അത് പൊട്ടിത്തെറിക്കുകയും ചെയ്തുവെന്നും നാവികസേന അറിയിച്ചിരിക്കുകയാണ്. അങ്ങേയറ്റം നിരുത്തരവാദപരമായ പെരുമാറ്റമാണ് ഹൂതി വിമതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നും പ്രദേശത്ത് കൂടി കടന്നുപോയ കപ്പലുകൾക്ക് നേരെ 25ഓളം തവണ ഹൂതി വിമതർ ആക്രമണം നടത്തിയെന്നുമാണ് US നാവികസേന വൈസ് അഡ്മിറൽ ബ്രാൻഡ് കൂപ്പർ പറയുന്നത്. ഹൂതി വിമതർക്കെതിരെ അമേരിക്കയുടെ നേതൃത്വത്തിൽ ബ്രിട്ടൻ, ജപ്പാൻ തുടങ്ങി 12 രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചത്. ചെങ്കടൽ വഴി കടന്നുപോകുന്ന കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിച്ചില്ല എങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നായിരുന്നു മുന്നറിയിപ്പിൽ പറഞ്ഞിരുന്നത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്കയുടെ കപ്പലുകൾക്ക് നേരെ ആക്രമണം ശക്തമാക്കിയത്. കഴിഞ്ഞ നവംബർ 19 മുതലാണ് ചെങ്കടലിൽ ഹൂതി വിമതർ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താൻ ആരംഭിച്ചത്. ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിൽ ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ നീക്കം. ആക്രമണങ്ങൾ രൂക്ഷമായതിനു പിന്നാലെ ചില കമ്പനികൾ ചെങ്കടൽ വഴിയുള്ള ഗതാഗതം താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു. ആഫ്രിക്കയെ ചുറ്റിയുള്ള ദീർഘദൂര പാതയാണ് പല രാജ്യങ്ങളും തങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നത്. ഇതിന് ധനനഷ്ടവും സമയനഷ്ടവും ഏറെയാണ്. അതുകൊണ്ട് തന്നെ പല വമ്പൻ കമ്പനികളും അവരുടെ കസ്റ്റമറിനോട് ഈ വസ്തുക്കൾ എത്താൻ വൈകുമെന്ന കാര്യം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. നേരത്തെ ചെങ്കടൽ വഴിയുള്ള യാത്രയിൽ 20 ദിവസമാണ് എടുത്തിരുന്നത് എങ്കിൽ ഏകദേശം 36 ദിവസമെങ്കിലും ആഫ്രിക്ക വഴി ചുറ്റി വരേണ്ടതുണ്ട് എന്നാണ് പല കമ്പനികളും പറയുന്നത്. അടിയന്തരമായി ചില കമ്പനികളൊക്കെ തന്നെ ഈ ഒരു പോക്ക് വരവ് നിർത്തിവെക്കാനുള്ള സാധ്യതയും കൂടുതലുമാണ്. ചെങ്കടൽ വഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിച്ചില്ല എങ്കിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് യമനിലെ ഹൂതി വിമതർക്ക് ബൈഡൻ തന്നെ നേരിട്ടാണ് മുന്നറിയിപ്പ് നൽകിയത്. ഒപ്പം 12 രാജ്യങ്ങളും. വൈറ്റ് ഹൌസ് ആണ് ഇത് സംബന്ധിച്ച പ്രസ്താവന കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയത്. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നും നിയമവിരുദ്ധമായി ഹൂതികൾ തടങ്കലിൽ വെച്ചിരിക്കുന്ന കപ്പലുകളെയും അതിലെ ജീവനക്കാരെയും മോചിപ്പിക്കണമെന്നുമായിരുന്നു പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടിരുന്നത്. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന ജലപാതയാണ് ഇത്. ഇതുവഴിയുള്ള കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഇനിയും തുടർന്നാൽ അതിന്റെ അനന്തരഫലങ്ങൾ ഹൂതികൾ അനുഭവിക്കേണ്ടി വരുമെന്ന പ്രസ്താവനയിൽ പറയുന്നു. ആക്രമണം തുടരുകയാണെങ്കിൽ ഹൂതി വിമതർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ ബൈഡൻ ഭരണകൂടം ആലോചിക്കുന്നതായ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴാണ് അമേരിക്കയെ നേരിടാനായി ഒരു കപ്പൽ നിറയെ സ്ഫോടക വസ്തുക്കളുമായി അമേരിക്കയ്ക്ക് നേരെ ഹൂതികൾ ചീറിപ്പാഞ്ഞു വരുന്നത്.